ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാ സജ്ജനങ്ങൾക്കും ഓം നമോ നാരായണ പൂർവകമായ നമസ്കാരം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് ആചാര്യന്മാർ രാമാവതാരത്തെക്കുറിച്ച് പറഞ്ഞു. ധർമ്മത്തിൻ്റെ പ്രതീകമാണ്, ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് രാമൻ. ഭാരതീയ സംസ്കൃതി സനാതനധർമ്മം എന്നാണ് അതിൻ്റെ സമഗ്രതയെ വിശേഷിപ്പിച്ചത്. ഏറ്റവും ഊന്നി നിന്നത്, ഈ സംസ്കൃതി ഏറ്റവും ഊന്നി നിന്നത് ദൈവത്തെ ഭയക്കണമെന്നോ ദൈവത്തെ പൂജിക്കണമെന്നോ ക്ഷേത്ര ദർശനം നടത്തണമെന്നോ എന്നുള്ളതിലൊന്നുമല്ല, ധർമ്മത്തിൽ ഊന്നി നിൽക്കണം എന്നുള്ള പ്രമാണത്തിലാണ്. പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറഞ്ഞത് ധർമ്മത്തെക്കുറിച്ചാണ്. ആ ധർമ്മത്തിൽ ഊന്നി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുന്ന, വഴി കാട്ടുന്ന സ്ഥലങ്ങളാണ് ആശ്രമങ്ങൾ, ആചാര്യന്മാർ. ആ ധർമ്മത്തിൽ ഊന്നി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി പകരുന്ന ഊർജ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ, ദേവതകൾ. ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചത് ധർമ്മത്തിനാണ്. ആ ധർമ്മത്തിൻ്റെ ശക്തി ഇപ്പോൾ എപ്പോഴും സമാജത്തിൽ, പൂജനീയ മഠാധിപതി തന്നെ ഇവിടെ സംസാരിച്ച നമ്മുടെ സമാജത്തിലെ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥയ്ക്ക് തുല്യം തന്നെയാണ് മുതിർന്നവരുടെ അവസ്ഥ. ഏകദേശം അതുപോലെ തന്നെയാണ് പ്രായമായവരുടെയും അവസ്ഥ. ഒരു ചെറിയ തലമുറ, കുട്ടികളുടെ തലമുറ ലഹരികളിലേക്കും അക്രമവാസനകളിലേക്കും ഒക്കെ പോകുമ്പോൾ മുതിർന്ന തലമുറ ജീവിതത്തിൻ്റെ താങ്ങാനാവാത്ത സമ്മർദ്ദങ്ങളിലാണ്. പ്രായമായ തലമുറ ഒറ്റപ്പെടലിൻ്റെ ചില നിസ്സഹായതകളിലാണ്. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്കും ഏറ്റവും കരുത്തുറ്റ മരുന്നായിട്ട് ഈ ധർമ്മം ഉപദേശിച്ച ഒന്ന് നാമജപമാണ്. ആ നാമജപത്തിൻ്റെ കരുത്തിൽ തന്നെ സംസാരസാഗരമാകുന്ന തോണി മറികടക്കാമെന്ന് എത്രയോ മഹാത്മാക്കൾ നമുക്ക് മുമ്പിൽ അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. ആ നാമജപത്തിൻ്റെ കരുത്തിൽ നമ്മുടെ ഓരോ ശ്വാസത്തിലും, നമ്മുടെ ഓരോ നാഡിയിലും ധർമ്മത്തെ ഉറപ്പിച്ചുകൊണ്ട് ധാർമ്മികമായ ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഉന്നതിയിൽ, സമൃദ്ധിയിൽ എത്തിച്ചേരാമെന്ന് ഈ ഭാരതത്തിൽ തന്നെ എത്രയോ ജീവിതങ്ങൾ നമുക്ക് മുമ്പിൽ ദൃഷ്ടാന്തമായിട്ടുണ്ട്. ആ നാമജപത്തിൻ്റെ കരുത്തിന്, ആ നാമജപത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഏകാഗ്രത, നാമജപത്തിൻ്റെ ശ്വസനക്രമത്തിലൂടെ നമുക്ക് കിട്ടുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം, സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള പുറത്തു കിടക്കുന്നതിനുള്ള ശക്തി, ഇതിനെല്ലാത്തിനും പുറമെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജസ്രോതസ്സായിട്ടുള്ള ഭഗവത് ചൈതന്യം നമ്മിൽ നിറയുന്നു. ആ രാമചന്ദ്ര മഹാപ്രഭു, ആ രാമനാമം എവിടെ മുഴങ്ങുന്നോ അവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ ആ രാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ സേവകനായിട്ടുള്ള ഹനുമാൻ സ്വാമി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സ്തോത്രമായ ഹനുമാൻ ചാലീസ ഉത്തരഭാരതത്തിലൊക്കെ വലിയ പ്രചാരമുള്ള ഒന്നാണ്. ആ ഹനുമാൻ ചാലീസ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് കൂടി എത്തിക്കുന്ന ഒരു മഹത്തായ ദൗത്യത്തിനു കൂടി ആഞ്ജനേയാശ്രമത്തിൻ്റെ ആചാര്യൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ രഥയാത്രയുടെ പൂർത്തീകരണത്തിനോടനുബന്ധിച്ച്.
ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പ്രത്യക്ഷ ദർശനം ലഭിച്ച മഹാമുനി തുളസീദാസാണ് ഹനുമാൻ ചാലീസ എഴുതുന്നത്. ഭഗവത് ദർശനം ലഭിച്ച മഹാത്മാവിനെ കാണാൻ അന്നത്തെ ചക്രവർത്തിയായിരുന്ന അക്ബർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം മഹാമുനിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹത്തിന് കൂടി ഭഗവത് ദർശനത്തിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പം അതിന് ശരിയായ കടുത്ത നിഷ്ഠകളിലൂടെ, സാധനകളിലൂടെ, പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമേ ഭഗവത് ദർശനം സാധ്യമാകൂ എന്ന് പറഞ്ഞപ്പോൾ ആ രോഷത്തിൽ ഇദ്ദേഹത്തെ ജയിലിലടക്കിയായിരുന്നു അന്നത്തെ രാജാവ്. ആ ജയിലിലിരുന്ന്, അന്നത്തെ കാരാഗൃഹത്തിലിരുന്ന് ഈ മഹാമുനി എഴുതിയ സ്തോത്രമാണ് ഹനുമാൻ ചാലീസ. ഒരു ഹിന്ദിയുടെ മുൻപുള്ളൊരു രൂപാന്തരമായ അവധി ഭാഷയിലാണ് ഹനുമാൻ ചാലീസ എഴുതുന്നത്. 40 രണ്ട് വരി വീതമുള്ള 40 ദോഹകളാണ് ഈ ഹനുമാൻ ചാലീസിലുള്ളത്. അതുകൊണ്ടാണ് ചാലീസ് എന്ന് പറയുന്ന, ചാലീസ എന്ന് പറയുന്നത്. ഈ കൃതി പൂർത്തിയാകുന്നതോടെ ഡൽഹി രാജധാനി വാനരപ്പട വളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തി. എത്രമാത്രം പട്ടാളങ്ങളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടും അതിനൊന്നും ഈ വാനര സൈന്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഇതിന് പിന്നിൽ തുളസിദാസിനെ കാരാഗൃഹത്തിൽ അടച്ചതാണ് എന്ന് ബോധ്യമായ ചക്രവർത്തി അദ്ദേഹത്തിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ആ വാനര സൈന്യം പിരിഞ്ഞു പോവുകയും എവിടേക്കെന്നില്ലാതെ അപ്രത്യക്ഷമാകുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഭഗവത് ദർശനം കിട്ടിയ മഹാത്മാക്കൾ ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോൾ തന്നെ ശിവം ഭൂത്വ ശിവം യജേത് എന്നാണ് പറയുക. ശിവനായി ഭവിച്ചുകൊണ്ടാണ് ശിവനെ പൂജിക്കുന്നത്. അപ്പം അതുകൊണ്ട് മഹാമുനി തുളസീദാസ് എഴുതിയ ഈ ഹനുമാൻ ചാലീസ ഭഗവാൻ രാമചന്ദ്ര മഹാപ്രഭു തന്നെ എഴുതിയതായിട്ട് തന്നെ നമുക്ക് കാണാം. രുദ്രാവതാരമാണ് ഹനുമാൻ, ഭക്ത ഹനുമാൻ. നമുക്ക് ഹനുമാന്റെ വീരകൃത്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പറയുമെങ്കിലും ഹനുമാന്റെ എല്ലാ ബഹുഭൂരിപക്ഷം ചിത്രങ്ങളും നമ്മൾ കാണുക ഒരു ധ്യാനാവസ്ഥിത മനസ്സിലിരിക്കുന്ന, ധ്യാന രൂപത്തിലിരിക്കുന്നതായിട്ടാണ്. മഹാഋഷികൾക്കും ഉപരിയാണ് ഹനുമാന്റെ നില. ആ ഹനുമാൻ സ്വാമി നമുക്ക് പ്രദാനം ചെയ്യുന്നത് അങ്ങേയറ്റത്തെ കരുത്താണ്. സനാതന ധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അത് നമ്മളെ ദുർബലപ്പെടുത്തുന്ന ഒരു ധർമ്മമല്ല, നമ്മളെ ശക്തരാക്കുന്ന, സ്വതന്ത്രരാക്കുന്ന, നമ്മുടെ ഏറ്റവും പരമാവധിയിലേക്ക്, നമുക്ക് എത്രത്തോളം ഉന്നതിയിലെത്താമോ അത്ര ഉന്നതിയിലെത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ധർമ്മമാണ്. ഈ 40 എന്ന് പറയുന്ന സംഖ്യ ഈ സംസ്കൃതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളൊക്കെ 40 ദിവസങ്ങളാണ്. നമ്മുടെ മണ്ഡലക്കാലം അടക്കമുള്ള 40 ദിവസമാണ്. 40 ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് ഒരു വ്യക്തി പൂർണ്ണമായും മറ്റൊരു വ്യക്തിയായിട്ട് പരിവർത്തനം ചെയ്യുന്നു. ശ്രൗതമായ വേദങ്ങളിൽ പറയുന്ന പുരുഷവേദം, അതായത് ഒരു പുരുഷൻ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു പുരുഷനായി പുനർജനിക്കുകയാണ്. അതായത് അവൻ്റെ അതുവരെ ഉണ്ടായിരുന്ന വിചാരങ്ങളെല്ലാം അതെല്ലാം കൂടുതൽ ഒരു ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു മഹത്തായ വ്രതമായിട്ടാണ് വേദങ്ങൾ ഈ 40 ദിവസത്തെ കാലത്തെ കണ്ടിരിക്കുന്നത്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും രാമായണത്തിലടക്കം രാമൻ്റെ ഒരു യാത്ര 40 ദിവസത്തെ ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള, നമുക്ക് നമ്മെ തന്നെ പുനഃസംസ്കരിക്കാനുള്ള ഒരു കാലയളവായിട്ടാണ് ഈ 40 ദിവസം. 41 എന്ന് പറയുന്ന ഒരു ദിവസം ഒരു പുനർജന്മത്തിൻ്റെ ദിവസമായിട്ട് കാണുന്നത്. അപ്പം ആ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് തുളസീദാസ് ഈ ഹനുമാൻ ചാലീസ 40 വരികളിലായിട്ട് രചിച്ചത്. ഈ ഹനുമാൻ ചാലീസ പാരായണത്തിലൂടെ ഓരോ ദിവസവും ഈ 40 ദിവസത്തെ വ്രതത്തിന് തുല്യമായൊരു വ്രതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഭക്ത ഹനുമാൻ സ്വാമിയുടെ
ആ ഉൾക്കരുത്ത്, ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള, ഏത് സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാനുള്ള, ഒറ്റച്ചാട്ടത്തിന് സൂര്യനെ വിഴുങ്ങാനുള്ള, പിടിച്ചു കെട്ടിയ ലങ്കയെ ചുട്ടരിക്കാനുള്ള രാമചന്ദ്ര മഹാപ്രഭുവിനോട് അളവറ്റ ഭക്തിയോട് ആത്മസമർപ്പണം ചെയ്യാനുള്ള കരുത്തും വിനയവും എല്ലാം ഹനുമാൻ സ്വാമിയുടെ ഉപാസനയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ആ ഉപാസനയ്ക്കുള്ള ഏറ്റവും ശക്തവും ഏറ്റവും ലളിതവുമായിട്ടുള്ള മാർഗമാണ് ഹനുമാൻ ചാലീസയുടെ നിത്യപാരായണം. നേരത്തെ ജപത്തിൻ്റെ ശ്വസനക്രമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ കൃതി ആ മഹാഋഷി എഴുതിയത് നമ്മുടെ ശരീരമനോ ബുദ്ധി തലങ്ങളെ പ്രകാശവത്താക്കാനുള്ള, ആരോഗ്യവത്താക്കാനുള്ള ഏറ്റവും കൃത്യമായ ശ്വസനക്രമം കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് ഹനുമാൻ ചാലീസ പാരായണം ചെയ്തുകൊണ്ടൊരു ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും ശുഭകരമായിട്ടാണ് ഉത്തരഭാരതത്തിലൊക്കെ മാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് മുഴുവൻ രാമനാമം എല്ലാ സന്ധ്യയ്ക്കും രാവിലെയും ഒക്കെ മുഴങ്ങിക്കൊണ്ടിരുന്ന കേരളത്തിൽ ഇടക്കാലത്ത് അതിന് ചെറിയ ക്ഷീണം സംഭവിച്ചിരുന്നു. ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ തൃപ്പാദങ്ങളുടെ അക്ഷീണമായ പരിശ്രമങ്ങൾ കൊണ്ട്, ഒട്ടനവധി പേരുടെ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ധർമ്മരാജ്യം എന്ന രാമരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ആ നാമജപത്തെ വലിയൊരളവോളം വ്യാപിപ്പിക്കാൻ നമ്മുടെ സമാജത്തിന് കഴിഞ്ഞു. ഇടക്കാലത്ത് നാമമാത്രമായി പോയ രാമായണ പാരായണത്തെ എല്ലാ ഗൃഹങ്ങളിലും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി നമ്മുടെ ആ സമാജത്തിലെ വ്യക്തികളുടെ, കുട്ടികളുടെ, യുവാക്കളുടെ, മുതിർന്നവരുടെ, പ്രായമായവരുടെ എല്ലാം കരുത്തിനെ വീണ്ടെടുക്കാനുള്ള, സമൃദ്ധിയിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപാധി, ആ ഉപാധിയായി ഹനുമാൻ ചാലീസ കൂടി നമ്മുടെ എല്ലാ വീടുകളിലും മുഴങ്ങി തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ത ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ കുട്ടികളെല്ലാവരും അത്തരത്തിലുള്ള രുദ്രാവതാരങ്ങൾ തന്നെയായി തീരട്ടെ. ഈ ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്താൻ ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മവും രക്ഷിക്കും. നമ്മുടെ അകത്തുള്ള ധർമ്മമാണ് നമ്മളെ ജീവിതത്തിൻ്റെ ഉന്നതികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. ആ ധർമ്മത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ, അങ്ങനെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്കും സമാജത്തിൻ്റെ ഉന്നതിയിലേക്കും പോകുന്നതിനുള്ള കരുത്ത് ലഭിക്കുവാൻ ഗുരുപരമ്പരയും ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ഹനുമാൻ സ്വാമിയും ആഞ്ജനേയ സ്വാമിയും എല്ലാം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശിസ്സുകളും നേരുന്നു. സത്യസനാതന ധർമ്മ കീ, സത്യസനാതന ധർമ്മ കീ, സത്യസനാതന ധർമ്മ കീ. നമഃ പാർവതീപദേ. ഓം ശാന്തി ശാന്തി ശാന്തി.